Hello everyone and welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു ഇറ്റാലിയൻ ഡിഷ് നോക്കിയാലോ. നല്ല ടേസ്റ്റി ക്രീമി ചീസിയായ ചിക്കൻ ലസാനിയ റെസിപ്പി. അപ്പോൾ മമ്മി ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ലസാനിയ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഉണ്ടാക്കുന്നത് ക്രെപ്പാണ്. അപ്പോൾ ക്രെപ്പിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് പാല്, പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 3 മുട്ട, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും എടുക്കാം. പിന്നെ 1/2 കപ്പ് ലൂക്ക് വാം വാട്ടർ, ഇളം ചൂടുള്ള വെള്ളം. ഇതൊക്കെയാണ് ക്രെപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു മിക്സർ ജാർ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. സോൾട്ട്, മുട്ട, വെള്ളം, ഓയിൽ, പാല്, മൈദ, ഇതെല്ലാം നമുക്ക് 1 by 1 മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ സ്പീഡിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം, വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ക്രെപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാൻ പിടിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം, റൗണ്ട് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 സൈഡും ഗോൾഡൻ കളർ ആക്കിയെടുക്കണം. ഒരു ഗോൾഡൻ കളറാണ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതാ ഗോൾഡൻ കളറായി. ഇനി നമുക്ക് ഇത് മറിച്ചിടാം. എന്നിട്ട് മറ്റേ സൈഡും ഗോൾഡൻ കളറാണ് വരെ വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ക്രെപ്പും നമുക്ക് വേവിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് കഴിഞ്ഞു, രണ്ടാമത്തെ സൈഡും ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ക്രെപ്സും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ക്രെപ്പൊക്കെ ഇതാ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല അധികം കട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം, ചൂടാറുന്ന വരെ ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതുവരെ റെഡ് സോസിൻ്റെ റെസിപ്പി നോക്കാം. റെഡ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. റെഡ് സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് 3 കപ്പ് തക്കാളി അരിഞ്ഞതാണ്. ഇങ്ങനെ 3 കപ്പ് തക്കാളി അരിഞ്ഞെടുക്കാം, വലിയ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ 400 ഗ്രാം ചിക്കൻ മിൻസാണിത്. ചിക്കൻ ഇത് നമ്മൾ വീട്ടിൽ തന്നെ മിൻസാക്കി എടുത്തതാണ്, ചോപ്പറിലിട്ടിട്ട്. നിങ്ങൾക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് മിൻസാക്കി എടുക്കാവുന്നതാണ്. 400 ഗ്രാം. ഇതൊരു ടേബിൾ സ്പൂൺ വിനെഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഒരിഗാനോ, പിന്നെ ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് റെഡ് സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ശരിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. സോസ് പാനിലേക്ക് നമുക്ക് ഈ തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ വിനെഗറും പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തക്കാളി നന്നായിട്ട് സ്മാഷ് ആവണ വരെ ശരിയാക്കിയെടുക്കാൻ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഇവിടെ റെഡിയാണ്. തക്കാളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മാഷ് ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ട് വേണം ഇത് ശരിയാക്കിയെടുക്കാൻ. ഇനി എന്തെങ്കിലും തക്കാളിൻ്റെ ചങ്ക്സ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്മാഷ് ആക്കിയെടുക്കാം. നന്നായിട്ട് സ്മാഷ് ആയതിനു ശേഷം ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമുക്ക് ചിക്കൻ ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാന് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മീൻസ് കൂടെ തന്നെ സവാളയും ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റണ വരെ നമുക്കിത് ശരിയാക്കാം. ചിക്കൻ ഒരു വൈറ്റ് കളറാണ് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ട് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതാ ചിക്കൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ട് ചിക്കൻ ഒരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരിഗാനോ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ തക്കാളിയിലും ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചത് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ സോസിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ട് 1/4 മണിക്കൂർ ഇത് നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം, ശരിയാക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ റെഡ് സോസ് ഇവിടെ റെഡിയാണ്. 1/2 മണിക്കൂർ നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശരിയാക്കി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഉണ്ടാക്കേണ്ടത് വൈറ്റ് സോസാണ്. അതിനാവശ്യമുള്ളത് ഒരു എഗ്ഗാണ്, ഒരു മുട്ട, പിന്നെ 1/2 കപ്പ് ക്രീം ചീസ്, പിന്നെ ആവശ്യമുള്ളത് 3/4 കപ്പ് ക്രീമാണ്, നോർമൽ ക്രീമാണിത്, പിന്നെ 1 കപ്പ് മോസറല്ല ചീസ്, പിന്നെ ആവശ്യത്തിന് പാഴ്സ്ലി ഓപ്ഷണലാണ്, ഇതില്ലെങ്കിൽ ഇടണ്ട, കുഴപ്പമില്ല. ഇതൊക്കെയാണ് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു വലിയ ബോൾ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരു ബോളിലേക്ക് മാറ്റിയിടാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. നമ്മൾ വൈറ്റ് സോസ് റെഡിയാണ്. ഇനി നമുക്ക് ലസാനിയ അസംബിൾ ചെയ്യാനായിട്ട് ഇവിടെ ക്രെപ്പ്, റെഡ് സോസ് ആൻഡ് വൈറ്റ് സോസ് എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് ആദ്യം കുറച്ച് റെഡ് സോസ് ഇട്ട് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് നന്നായിട്ട് റെഡ് സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ക്രെപ്പ് വെച്ച് കൊടുക്കാം. 2 ക്രെപ്പുമായിട്ടാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് റെഡ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്യാം. വൈറ്റ് സോസ് അത്യാവശ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 2 ക്രെപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും റെഡ് സോസും വൈറ്റ് സോസും വെച്ചിട്ട് വീണ്ടും ക്രെപ്പ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം. ലാസ്റ്റ് ലെയറിൽ മുകളിൽ വൈറ്റ് ക്രീം വരണം. എന്നിട്ട് ലാസ്റ്റിൽ നന്നായിട്ട് മൊസറല്ല ചീസ് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് ഒരു പാൻ വെക്കണം. അതിലേക്ക് ഒരു വയർ റാക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. 45 മിനിറ്റിന് ശേഷം നമ്മൾ ലസാന ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇറ്റാലിയൻ സ്പൈസസിനൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് ചൂട് മാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ക്രീമി ചീസിയായ ലസാന റെഡിയാണ്. സെർവ് ചെയ്യാം, എൻജോയ് ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിനെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.